സർ ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് കാൽമുട്ട് വേദന. അപ്പോൾ ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? അതുപോലെ ഇതിനുള്ള ചികിത്സകൾ എന്തൊക്കെയാണ്? യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് വളരെ ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലും നമ്മളെ സമൂഹത്തിൽ കാണുന്ന ഒരു മെയിൻ ഒരു ഘടകമാണ് മുട്ടുവേദന. അപ്പോൾ ഈ മുട്ടുവേദനയിൽ ഒരു നമ്മൾ മെയിനായിട്ട് ഏജ് വൈസും നമുക്ക് നോക്കാം. ഒരിക്കലും ഒരു ചെറിയ പേഷ്യൻസിന് യൂഷ്വലി നമ്മൾ യങ് ഏജ് പേഷ്യൻസിന് മുട്ടുവേദന ഉണ്ടാവാറുണ്ട്. പക്ഷെ അതൊരിക്കലും അത് തേയ്മാനമല്ല. ഒരിക്കലും എല്ലാ മുട്ടുവേദനയും ഒരേപോലെയല്ല. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ യങ് പേഷ്യൻസ് അല്ലെങ്കിൽ 40 വയസ്സ് 50 വയസ്സ് വരെയുള്ള ആൾക്കാർ പറയും, കംപ്ലൈൻറ്റ് പറയും, സ്റ്റെപ്പ് കയറുമ്പോൾ ഡോക്ടറെ വേദനയുണ്ട്, പിന്നെ ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നല്ല വേദനയുണ്ട് എന്ന് പറയും. അപ്പം അങ്ങനത്തെ കേസിൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ അത് യൂഷ്വലി മുട്ടിൻ്റെ ചുറ്റുമുള്ള വള്ളികൾക്കുള്ള ഒരു നീർക്കെട്ടാണ് വരുന്നത്. പെറ്റലാർ ടെൻഡിനോപ്പതി, ഹാംസ്ട്രിങ് ടെൻഡിനൈറ്റിസ്, അങ്ങനത്തെ വള്ളികൾക്കുള്ള നീർക്കെട്ട് വരുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു വേദനയാണ്. അതൊരിക്കലും അത് തേയ്മാനം നമ്മൾ അത് പ്രതീക്ഷിക്കരുത്. കുറച്ച് എക്സസൈസുകളാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണ് അത് കൂടുതലും വരുന്നത്. നന്നായിട്ട് എക്സസൈസ്, ഫിസിയോതെറാപ്പി ചെയ്ത് കുറച്ച് മെഡിസിൻസ് കൊണ്ട് അത് റെഡി ആയിക്കോളും. വളരെ ചുരുക്കം പേർക്ക് അതിന് എന്തെങ്കിലും ഒരു ചെറിയ PRPO ഇഞ്ചക്ഷൻസിൻ്റെ ഒക്കെ ആവശ്യം വരാറുണ്ട്. പിന്നെ വരുന്നതാണ് യൂഷ്വലി ഇഞ്ചുറിക്ക് ശേഷം വരുന്നത്. നമ്മളിപ്പോൾ വീണ്ടും പരിക്ക് പറ്റി, അത് നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല, അന്നേരം നീര് വന്നു, നമ്മളത് കുറച്ച് റെസ്റ്റ് എടുത്ത് മാറി, പിന്നെയും കളിക്കുമ്പോൾ വേദന, അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുമ്പോൾ വേദന, നിലത്ത് കുത്തിയിരിക്കുമ്പോൾ വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പല പേഷ്യൻസും വരാറുണ്ട്. പക്ഷെ അവരത് മുന്നേ ഇഞ്ചുറി പറ്റിയതായിട്ടുള്ളത് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അത് നമ്മൾ ആ ഇഞ്ചുറിക്ക് ശേഷം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യാത്ത കേസുകൾക്കാണ് ഇങ്ങനെ വരിക. പിന്നെ വരുന്നതാണ് യൂഷ്വലി ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള മുട്ടിനുള്ള തേയ്മാനം. നമ്മൾ വളരെ കണ്ടുവരുന്ന നമ്മളെ പ്രായമുള്ള ആൾക്കാർക്കൊക്കെ വരുന്ന തേയ്മാനം ഈ ഒരു പ്രായം കൊണ്ട് വരുന്നതായിരിക്കും. നമ്മൾ ഓരോ ഗ്രേഡ് വെച്ചിട്ടാണ് നമ്മൾ ചികിത്സിക്കാറ്. അപ്പോൾ ഗ്രേഡ് 4 ഗ്രേഡൊക്കെയാണ് മുട്ട് തേയ്മാനത്തിന് പറയുന്നത് എക്സ്റേ വൈസ്. അപ്പോൾ അതിൽ നമ്മൾ ഗ്രേഡ് 1, 2 ഒക്കെ നമുക്ക് യൂഷ്വലി എക്സസൈസ് കൊണ്ട് തന്നെ മാറിക്കോളും. പിന്നെ ചില കേസുകൾക്ക് നമുക്ക് തേയ്മാനം കൂടുതലുള്ള കേസുകൾക്ക് നമുക്കൊരു ഇഞ്ചക്ഷൻസ് കൊണ്ടും, പലതരം ഇഞ്ചക്ഷൻസ് ഉണ്ട്, ഇഞ്ചക്ഷൻ കൊണ്ടും ഫലപ്രദമാവും.